അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നല്ലേ? ഇത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇന്നിവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടൗട്ട് നോട്ടീസൊക്കെ അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് പ്രധാനമന്ത്രി വരുന്നതിന് ഒരു ആവേശം തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ അല്ലേ. അപ്പം ഞാൻ രാവിലെ തന്നെ അവിടേക്ക് പോയിട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ. കാരണം എവിടെയാണ് തുടങ്ങുക, എവിടെ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുക, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ ഒരു 5:45 മണിയുടെ ഒരു ദൃശ്യമാണ് കേട്ടോ. രാവിലെ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാൻ പോയതാണ് കേട്ടോ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റീസാണ് കേട്ടോ. നമ്മളെ അങ്ങോട്ടൊന്നും കടത്തി വിടില്ല. കണ്ടോ, ഇത്രയും ദൂരത്ത് നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി ഭാഗങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാനേ അനുമതിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് ഇപ്പം വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിടുന്നുണ്ട് കേട്ടോ. കാരണം പ്രധാനമന്ത്രി വരുന്ന ആ സമയത്ത് വണ്ടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം എനിക്കിത് ആവേശമുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ വീടിന് അടുത്ത് വരുമ്പോൾ ഈ റോഡിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വീടുള്ളത്. അപ്പോൾ നമുക്കിതാ ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്റ്റേഡിയം, അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീട്, ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമല്ലേ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30-ക്കാണ് കേട്ടോ. ഞാൻ മുമ്പേ രാവിലെ പോയ ദൃശ്യമാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. ഇത് 12:30-ക്കുള്ളൊരു ആവേശഭരിതമായ നിമിഷങ്ങളാണ് കേട്ടോ. ജനങ്ങളാൽ അങ്ങ് നിറഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര BJP-ക്കാരുടെ ഭയങ്കര പ്രോഗ്രാമല്ലേ. അപ്പോൾ എനിക്കതൊന്നുമല്ല, ഞാൻ പാർട്ടിയുടെ ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് PM-നെ കാണണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ പോയത്. അങ്ങനെ കുറേ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എവിടെ പോയാലും ഭയങ്കര വൈറൽ താരമാവും. കുറേ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലുകാരൊക്കെ വന്നിട്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അധ്യക്ഷൻ, BJP-യുടെ അധ്യക്ഷൻ, അങ്ങനെ പ്രമുഖരായ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ നോക്കിക്കേ പ്രധാനമന്ത്രി വരുന്നത്. പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഹവാ ഹുവ. അപ്പോൾ അതൊന്നും അറിയില്ല, കാരണം ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് അത് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുക എന്ന് വിചാരിക്കുമ്പോൾ എന്താ പറയുക, നമുക്കത് മിസ്സാവരുതല്ലോ. അപ്പോൾ നമ്മൾ നല്ല വെയിറ്റിംഗ്. ഞാനൊരു 12:30 ആയപ്പോൾ, കാരണം TV ന്യൂസ് കണ്ടിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ടം ഓടിയപ്പോഴത്തേനും തന്നെ ഇവിടെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ചൂടുമുണ്ട്. പിന്നെ നമുക്ക് വലിയ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ മെട്രോയുടെ അടിയിൽ നല്ല തണുപ്പാണ്. അതിൻ്റെ ആ ഒരു സൈഡുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യട്ടെ. നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റിയുടെ എന്താ പറയുക കൺട്രോളിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല. കാരണം ഫുള്ള് വടങ്ങൾ കെട്ടി. അങ്ങനെ നമുക്കൊരു 1:30 ആയപ്പോഴത്തേക്കിന് നമ്മുടെ പ്രധാനമന്ത്രി ബ്ലാക്ക് കാറിൽ പോയത് കണ്ടോ. ഭയങ്കര സെക്യൂരിറ്റീസ് ആയിരുന്നു കേട്ടോ. പോലീസിൻ്റെ ഭയങ്കര സെക്യൂരിറ്റീസാക്കി. അതൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെ കേട്ടോ. ഞാനിതൊക്കെ ന്യൂസിലേ കണ്ടിട്ടുള്ളൂ. പ്രധാനമന്ത്രി വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ ന്യൂസിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എസ്കോർട്ട് നമ്മൾ കാണേണ്ടത് തന്നെ കേട്ടോ. ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ നമ്മൾ കാണണം. പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ അത് ഞാൻ കാണിച്ചു തരാം, നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ അതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിയർ ബൈ വരുന്നതെന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. പ്രധാനമന്ത്രി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് കാണാൻ പറ്റിയത് എനിക്കതിലേറെ സന്തോഷം. അതിലൊരു ഭാഗമായി പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. കണ്ടു നോക്കിയ നമ്മുടെ മോദിജീനെ കണ്ടോ. എനിക്കും പ്രധാനമന്ത്രിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രധാനമന്ത്രി, അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. അപ്പോൾ അത് കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ ആ ഒരു അവകാശം, നമ്മുടെ ആ ഒരാളെന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ പോയി കണ്ടത്. അല്ലാതെ പാർട്ടിക്കാരി എന്നുള്ളൊരു രീതിയിലൊന്നും അല്ല കേട്ടോ. അതൊന്നും നമുക്ക് ബോധേടല്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൊച്ചിയിലേക്ക് മോദി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ.